പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ചോദിക്കുകയാണ് ഫലൗലാ نفر من كل فرقة منهم طائفة ليتفقهوا في الدين എന്തേ പുറപ്പെടാത്തതെന്തേ? മണ്ണാർക്കാടുള്ളതാകുന്ന മുസ്ലിമല്ലേ, സഹോദരങ്ങളല്ലേ, എന്തേ ശ്രദ്ധിക്കാത്തതെന്തേ? പരിശുദ്ധമായ ദീൻ പഠിക്കാൻ വേണ്ടി മക്കളെ പറഞ്ഞു വിടാത്തതിന്റെ കാരണം എന്താണ്? ഖുർആൻ പഠിക്കാനും ഹദീസ് പഠിക്കാനും പ്രവാചകന്റെ വചനങ്ങളെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരാക്കാനും ദീനിന്റെ മതവിധികളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി എന്തേ ഈ സമൂഹം ഇറങ്ങി പുറപ്പെടാത്തത്? അങ്ങനെ പഠിച്ചെടുത്തിട്ട് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വിജ്ഞാനം കരഗതമാക്കി നാട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് നാട്ടുകാർക്ക് പ്രബോധനം നൽകുന്നതായ സമുദായമായി മാറണ്ടേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നാട്ടിൽ നിന്ന് പുറപ്പെട്ട് മറുനാടുകളിൽ പോയി വിദ്യ നുകർന്ന് നാട്ടിൽ തിരിച്ചെത്തി ഇവിടെയുള്ള ആളുകൾക്ക് പ്രബോധനം നടത്തുന്ന സമൂഹമായി എന്തേ മാറാത്തതെന്ത്? ഈ നാട്ടിൽ നിന്ന് എത്ര ആളുകൾ ആലിമീങ്ങളായിട്ടുണ്ട് ചിന്തിക്ക്. എത്ര ആളുകൾ ഹാഫിളീങ്ങളായിട്ടുണ്ട്? ഖുർആൻ മനഃപ്പാഠമാക്കിയ മക്കൾ എത്ര പേർ? നമുക്കൊക്കെ 4-5 മക്കൾ അല്ലാഹു നൽകി. ഒരാളെയെങ്കിലും ദീനുമായി ബന്ധപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരാളെ. 5 പേരെയും വേണമെന്ന് ഞാൻ പറയുന്നില്ല. 4 മക്കളുണ്ട്, 4 പേരെയും ഇതിലേക്ക് വിടണമെന്ന് പറയുന്നില്ല. ഒരാളെ ഹാഫിളാക്കാൻ, ആലിമാക്കാൻ നിനക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെന്ത് മുസ്ലിമാണ് നീ? പിന്നെന്ത് മുഅ്മിനത്താണ് ഉമ്മ നീ? അല്ലെ തസ്ബീരെന്ന് മറിക്കാൻ ഒരു കാര്യമില്ല. ലാ ഹൗല വലാ ഖുവ ഒരു കാര്യമില്ല. മക്കള് കഞ്ചാവ് പിടിച്ചുകൊണ്ട് നടക്കാൻ. നിന്റെ ലാഹൗലയൊക്കെ പോയി, നിന്റെ ദിക്ർ ഔറാദ് ഒന്നും ഒരു ഫലമില്ലാതായി. വാപ്പ തസ്ബീഹ് എടുത്തുകൊണ്ട് പള്ളിയുടെ അകത്തലത്തിലിരുന്ന് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും ചൊല്ലിത്തുർക്കുമ്പോ മക്കളെ ലഹരിയുടെ ലോകത്താണ്. MDMAയും LSDയും അടിച്ചുകൊണ്ട് ആധുനിക ലോകത്ത് നവകേരളത്തിൽ ഈ സമുദായത്തെ പറയിപ്പിക്കുവാൻ വേണ്ടി മുസൽമാൻ എന്ന് പേരിട്ടുകൊണ്ട് മുസൽമാന്റെ നാമധാരിയായി കള്ളും കഞ്ചാവും കുടിച്ചുകൊണ്ട് മക്കളെ നിലകൊള്ളാൻ അവിടെ മക്കളെ പഴിച്ചുപോയി. ഒരാളെ ആലിമാക്കാൻ നിനക്ക് പറ്റിയിട്ടില്ല. പിന്നെന്തിനാണ്? പറ്റുമായിരുന്നു, സാധിക്കായിരുന്നു. മദ്രസ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടല്ല. മദ്രസ വിടാം, കറക്റ്റായിട്ട് വിട്ടിരുന്നെങ്കിൽ അവൻ തന്നെ എനിക്ക് ദർസിൽ പോകണമെന്ന് പറയും. അങ്ങനെ ദർസിൽ ഇപ്പോൾ എത്ര കുട്ടികളുണ്ട്? എനിക്ക് ഹിഫ്ളിന് പഠിക്കാൻ പോകണം, എനിക്ക് ഖുർആൻ മനഃപ്പാടാക്കാൻ പോകണം, എനിക്ക് ഹാഫിൾ ആകണം, അങ്ങനെ പറയുന്ന എത്ര മക്കളുണ്ട്? വാലിന്റെ മജ്‌ലിസിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ഒന്ന് കൈക്ക് പിടിച്ചിട്ട് പറയാണ് ചെറിയ കുട്ടികൾ, ഉസ്താദ് എനിക്ക് ഹാഫിൾ ആകണം, ഉസ്താദ് ദ്വാരക്കണം. ചെറിയ കുട്ടികളാണ്, ചെറിയ കുട്ടികൾ. എന്താ കാരണം? അവന് തന്നെ മനസ്സിലൊരു ചിന്തയാണ്, എനിക്ക് അൽഹംദുലില്ലാ ഖുർആൻ നല്ലതുപോലെ ഓതണം, ഉസ്താദിനെ പോലെ ഓതണം, എനിക്ക് നല്ലതുപോലെ പ്രഭാഷകനാകണം, എനിക്ക് നല്ലതുപോലെ ഒരു ആലിമായി മാറണം, എനിക്ക് പള്ളിയിലെ ഉസ്താദ് ഖുതുബ ഓതുന്നത് കണ്ടിട്ട് കൊതിയാവുന്നു, അതേപോലെ എനിക്ക് ഖുതുബ ഓതണം. അത് കണ്ടിട്ട് ആ മഅശറ മനഃപ്പാടാക്കിയിട്ടാണ് ഒരു ചെറിയ കുട്ടി മഅശറ ഓതുന്ന വീഡിയോ നിങ്ങൾ കണ്ടു കാണും. നേരത്തെ പറഞ്ഞതാണ്. കാരണം അതൊരു താല്പര്യമാണ്. എനിക്ക് ഹാഫിളാകണം, ആലിമാകണം, ദീനിനോടുള്ള ഒരു താല്പര്യം വെച്ച് ആ കുട്ടി മനഃപ്പാടമാക്കാൻ പറ്റുന്നതൊക്കെ ഹിഫ്ളാക്കി. നമ്മുടെ മക്കളോ ഉള്ള സിനിമാ പാട്ട് മുഴുവൻ ഹിഫ്ളാണ്. എൻ്റെ മക്കളോ ഹാഫിള ഉസ്താദെ പാലാപ്പള്ളി തിരുപ്പള്ളി മുതൽ ഏത് പാട്ട് വേണമെങ്കിലും പാടിത്തരും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ കയറ്റിർത്തിയിട്ട് മൈക്ക് കൊടുക്കാവോ? തീർന്ന്. നല്ല DJ പാട്ടാണ്, സുഖമായി. വാപ്പയിരുന്ന് ഇങ്ങനെ തുള്ളി കൊടുക്കും. രാത്രി ഉറങ്ങാൻ നേരത്ത് ഹെഡ്സെറ്റ് വെച്ചിരിക്കുകയാണ്. നമ്മളോർക്കും സുദൈസിയുടെ ഖിറാഅത്ത് കേൾക്കാൻ. ഉമ്മ ഒരിക്കൽ അത് കേട്ടു നോക്കിയുള്ളൂ, പിന്നെ ഉമ്മാക്ക് ഉറക്കം പോയി. നല്ല പാട്ടാണ്. കാണുന്ന വീഡിയോ ഒക്കെ കണ്ട 500 വർഷത്തെ ഒളു മുറിഞ്ഞു. അങ്ങനത്തെ സാധനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആണോ അല്ലയോ? ആണ്. എന്താണ് നമ്മുടെ മക്കളുടെ അവസ്ഥ? بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കലാമിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ രക്ഷപ്പെടുത്തണേ, വാഹ്ലീക്കും നിങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയെടുക്കണേ. എന്തിൽ നിന്നാണ്? നാറാ, കത്തിച്ചൊലിക്കുന്ന നരകകുണ്ടാരത്തിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ സ്വന്തം കുടുംബത്തെയും നരകത്തെ തൊട്ട് കാക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. വഖൂദുഹന്നാസു വൽഹിജാറ, മണ്ണാർക്കാട് പുല്ലുശ്ശേരിയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, നിങ്ങളുടെ ചാരത്തിരിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന മക്കൾ നരകത്തിൽ നിന്ന് മുക്തരാണോ? അവന്റെ പ്രവർത്തന മേഖല സുരക്ഷിതത്വമായ മേഖലയിലാണോ? ഏതെല്ലാം സിനിമാ പാട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? ഏതെല്ലാം സിനിമകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഏതെല്ലാം അശ്ലീലമാക്കപ്പെട്ട ഗാനങ്ങളാണ് എല്ലാ ദിവസവും രാത്രിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്? അശ്ലീലമാക്കപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന ചെറുപ്പക്കാരല്ലേ? അന്യരാകുന്ന സ്ത്രീകളുമായി ചാറ്റിങ്ങിലൂടെ രാത്രിയുടെ യാമങ്ങളെ മലീമസമാക്കുന്ന യുവാക്കളല്ലേ? അന്യരാകുന്ന യുവാക്കളുമായി ചാറ്റിംഗ് നടത്തുന്ന യുവതികളല്ലേ? ഹറാമായ തലത്തിലേക്ക് കണ്ണിനെ കാതിനെ കൊണ്ടുപോകുന്നവരല്ലേ? എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മക്കളോടുള്ള കടമകൾ പൂർത്തീകരിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് പ്രവാചകനെ പഠിപ്പിച്ചു തരുകയാണ്. മുസ്ലിമീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരെ, നരകത്തെ തൊട്ട് കാക്കണേ. നീ നിന്നെയും നിന്റെ കുടുംബത്തെയും കത്തിച്ചുരിക്കുന്ന നരകത്തെ തൊട്ട് കാത്ത് സംരക്ഷിക്കണേ. വിശുദ്ധമായ ഖുർആൻ. വഖൂദുഹന്നാസു വൽഹിജാറ, ആ നരകത്തിലെ ഇന്ധനം പെട്രോളല്ല, ഡീസലല്ല, കൽക്കരിയല്ല, മണ്ണെണ്ണയല്ല. അതിലിട്ടുകൊണ്ട് അല്ലാഹു കത്തിക്കുന്നത് ദുഷിച്ചതായ ജനങ്ങളെയാണ്, ഏറ്റവും മോശപ്പെട്ടതാകുന്ന മനുഷ്യനെയാണ് നരകത്തിലിട്ടുകൊണ്ട് അല്ലാഹു വെണ്ണീറാക്കുന്നത്. നഊദു ബില്ലാഹ്. ദീൻ കൊടുക്കാത്ത രക്ഷിതാക്കളെ, മക്കളെ മോശപ്പെട്ട തലത്തിലേക്ക് തിരിച്ചുവിട്ടവരെ, ആ മക്കൾ നാളെ നമുക്ക് എതിരായി കൊണ്ട് സാക്ഷ്യപത്രമാവുകയാണ്. നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വലിച്ചെറിയുകയാണ്. നരകത്തിലേതാകുന്ന ഇന്ധനമെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. വഖൂദുഹാ അന്നാസു വൽഹിജാറ, ദുഷിച്ചതാകുന്ന ജനങ്ങളാണ്. തീർന്നില്ല, ഭീമാകാരമാകുന്ന പാറക്കല്ലുകളാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് വിരിച്ചിരിക്കുന്ന കടപ്പാക്കല്ലും ബാംഗ്ലൂർ സ്റ്റോണുമൊക്കെ ചെരുപ്പില്ലാതെ നടക്കാൻ നമുക്ക് സാധിക്കുമോ സഹോദര? ഇല്ല. അതികഠിനമാകുന്ന ചൂടാണ്. നരകത്തിലിട്ടുകൊണ്ട് അല്ലാഹു കത്തിക്കുന്നത് ഭീമാകാരമാകുന്ന കല്ലുകളാണ്, കൂടെ ദുഷിച്ചതാകുന്ന ജനങ്ങളാണ്. അഥവാ ചൂട് ഒരിക്കലും കുറയുകയില്ല. നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അർളുഹാ മിനർ റസാസ്, അതിന്റെ താഴ്ഭാഗം, അതിന്റെ താഴെ വിരിച്ചിരിക്കുന്നത് മാർബിൾ അല്ല, ടൈൽസ് അല്ല, ഗ്രാനൈറ്റ് അല്ല, ഈയമാണ്. ഈയം ഉരുക്കി ഒടിച്ചിരിക്കുകയാണ്. നരകത്തിന്റെ താഴ്ഭാഗത്ത് അല്ലാഹു പാകിയിരിക്കുന്നത് ഈയമാണ്. വസഖഫുഹാ മിൻ നുഹാസ്, നരകത്തിന്റെ മുകൾ തട്ട്, അതിന്റെ മച്ചുള്ളത് മുകൾ തട്ട് അല്ലാഹു വാർത്തിട്ടിരിക്കുകയല്ല. കോൺക്രീറ്റിന്റെ സൗധങ്ങളിൽ കടന്നുകൊണ്ട് ഉറങ്ങുന്നവരെ, ഹയ്യാലസ് സ്വലാഹ്, ഹയ്യാലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കുലികൾ വരുമ്പോ ആ ബാങ്കുവിളികളെ അവഗണിച്ചുകൊണ്ട് കള്ളു കുടിച്ചവനല്ലേ, വ്യഭിചരിച്ചവനല്ലേ, മോശപ്പെട്ട സിനിമാ പാട്ടുകൾ കേൾക്കാൻ ഹെഡ്സെറ്റുകൾ കാതിൽ നിറച്ചു വെച്ചവനല്ലേ? ഇതാ നിനക്ക് വേണ്ടി നരകത്തെ അല്ലാഹു തയ്യാർ ചെയ്യുകയാണ്, നരകത്തെ അല്ലാഹു സന്നിവേശിപ്പിക്കുകയാണ്. ആ നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ
തആല നിന്നെ വലിച്ചെറിയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് അർവാ മിൻ റസാസ് വസഖഫുഹാ മിൻ നുഹാസ്. നരകത്തിന്റെ താഴ്ഭാഗം ഈയമാണ് സഹാബ. നരകത്തിന്റെ മുകൾ ഭാഗം അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത് ചെമ്പിനാലാണ്. ചെമ്പ് ചൂട് പിടിച്ചാൽ അത് കഠിനമാണ്, കഠോരമാണ്, പ്രയാസമാണ്, വിങ്ങലാണ്, പ്രയാസമാണ്. ചൂടുകൊണ്ട് മനുഷ്യ നശിക്കുകയാണ്. പാലക്കാട് ജില്ലയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമത്തെ, ചൂടിന്റെ കാര്യം നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. 45 ഡിഗ്രിയിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ആഗോള താപനത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് നമ്മളാണ് എങ്കിൽ ചൂടിന്റെ വിഷയത്തിൽ കുളങ്ങളില്ല, വറ്റിയിരിക്കുകയാണ്. വെള്ളമില്ല, കുടിക്കാനില്ല, കഴിക്കാനില്ല, അലക്കാനില്ല, ഒരു കാര്യം ഉപയോഗിക്കാനില്ല. വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന മനുഷ്യനല്ലയോ? എന്നാൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സംവിധാനിച്ചിരിക്കുന്നത് ചൂടിനാലാണ്. അതിന്റെ മുകൾ ഭാഗം ചെമ്പാണ്, താഴ്ഭാഗം ഈയമാണ്. അതിന്റെ ചുറ്റുഭാഗം മുഴുവനും ഗന്ധകമാണ്. ആ നരകത്തെയാണ് അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞത് അൻഫുസകും വഅഹ്ലീകും നാറാ. കളിച്ചും രസിച്ചും രമിച്ചും ദുനിയാവിൽ കഴിച്ചുകൂടുന്ന മനുഷ്യ, നീ നിന്റെ സ്വന്തം ശരീരത്തെയും നിന്റെ കുടുംബത്തെയും ആ നരകത്തെ തൊട്ട് കാത്തുകൊള്ളണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസാരമല്ല നരകം. കേൾക്കണോ നിങ്ങൾക്ക് ഒരു ഹദീസ്? ഊഖിദന്നാറു അൽഫ സനത ഹത്ത ഹമറത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് 1000 വർഷമാണ് അല്ലാഹു നിരന്തരമായി നരകത്തെ സൃഷ്ടിച്ചത്. നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു പോയാണ്. വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിച്ചു അത്രേ. നരകത്തിന്റെ ചുവപ്പ് മാറി വെളുപ്പ് നിറത്തിലേക്ക് പോയി. സാബ തീർന്നില്ല, നിർത്തുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ കത്തിക്കൽ നിർത്തിയില്ല. വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ്. 3000 വർഷമാണ്. 3 ദിവസമല്ല, 3 മാസമല്ല, 3 വർഷമല്ല, 3000 വർഷമാണ്. 3000 വർഷമാ നരകത്തെ അല്ലാഹു കത്തിക്കാൻ എടുത്തത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 3000 വർഷം രാവും പകലും കത്തിക്കുകയാണ്. അങ്ങനെയാണ് നരകത്തെ അല്ലാഹു സൃഷ്ടിക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ചുവപ്പ് മാറി 1000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടപ്പോൾ വല്ലാതെ ചുവന്നു പോയ നരകത്തിന്റെ നിറം തന്നെ പൂർണ്ണമായി ചുവപ്പായി പോയി. വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ചപ്പോൾ വെളുപ്പായി പോയി. വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിച്ചു. അഥവാ 3000 വർഷം കഴിഞ്ഞപ്പോ അത് വല്ലാതെ കറുത്തുപോയി. സാബാ ചൂടുകൊണ്ട് കറുപ്പ് കൂടിയാണ്. വഹിയ സൗദാ ഉൻമുളിമാ. സ്വഹാബാ ആര് കണ്ടാലും പേടിക്കുന്നതായ ഇരുൾ മുറ്റപ്പെട്ടതായ കറുകറുത്ത രൂപമാണ് നരകത്തിന്റെ നിറമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3000 വർഷമാണ് നരകത്തെ സൃഷ്ടിച്ചത്. മനസ്സിലാക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരിക്കൽ ഒരു സദസ്സിലിരിക്കുമ്പോ സ്വഹാബത്ത് പറയുകയാണ് ഇത് സമിഅനാ വജബതാ. ഒരു ഭീമാകാരമാകുന്ന ശബ്ദം ഞങ്ങൾ കേൾക്കുകയാണ്.
ഉടനെ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു അത്രേ, അസമിയതും ദാലികൽ വജ്ബ, ആ ശബ്ദം നിങ്ങൾ കേട്ടോ സഹാബാ? ഇപ്പോഴുണ്ടായ ശബ്ദ കോലാഹലം നിങ്ങൾ കേട്ടോ സഹാബാ? അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറയുകയാണ്, നഅം, ഞങ്ങൾ കേട്ടു റസൂലേ, സമിഅനാ ദാലികൽ വജ്ബ, ഞങ്ങൾ ആ ശബ്ദം നല്ലതുപോലെ കേട്ടു റസൂലേ. ഒരു വല്ലാത്ത ശബ്ദമാണ്, കോലാഹലമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സൃഷ്ടിച്ചതിന് ശേഷം നരകത്തിലേക്ക് 70 വർഷങ്ങൾക്ക് മുമ്പ് താഴേക്ക്, നരകത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് പതിച്ചതായ ഒരു കല്ല്, അത് ഇപ്പോഴാണ് നരകത്തിന്റെ അടിത്തട്ടിലെത്തിയത് സഹാബാ. 70 വർഷം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ കല്ല, ആ കല്ല് താഴെ ഇപ്പോഴാണ് പതിച്ചത്, അതിന്റെ ശബ്ദമാണ് കേട്ടത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. 70 വർഷത്തെ വഴിദൂരം, 70 കൊല്ലം മുമ്പ് അതിന്റെ മുകളിൽ നിന്നൊരു കല്ല് വീണിട്ട് 70 കൊല്ലത്തിന് ശേഷം നബിതങ്ങളും സ്വഹാബത്തും വട്ടം കൂടിയിരിക്കുമ്പോൾ വലിയൊരു ശബ്ദം, വലിയൊരു കോലാഹലം കേട്ടപ്പോ നബി ചോദിച്ചു, നിങ്ങൾ ആ ഒച്ച കേട്ടോ? കേട്ടു. 70 കൊല്ലം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് പതിച്ച ഒരു കല്ല് ഇപ്പോഴാണത് താഴെ എത്തി വീണത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ജീവിതത്തിൽ കളവ് പറയാത്ത, കളവ് ചിന്തിക്കുക പോലും ചെയ്യാത്ത പരിശുദ്ധ പ്രവാചകനാണിത് പറഞ്ഞത് എന്ന് ഓർക്കണം. പറഞ്ഞാൽ പൂർണ്ണമായി വിശ്വസിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് നരകം, അതാണ് ഈ നരകം. അതുകൊണ്ടാണ് ഈ പറയുന്നത്, മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്ത്. രക്ഷകർത്താവെന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ എങ്ങനെയെങ്കിലും മക്കളെ നല്ല റാഹത്തായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇച്ചിരി വെളുപ്പിച്ച് റെഡിയാക്കിയിട്ട് ബിഗ് ബോസിലോട്ട് പറഞ്ഞു വിടാൻ റെഡിയായിരിക്കുക എല്ലാവരും. അവിടെ പോയിട്ട് നാം 1 കോടി രൂപയുടെ ഫ്ലാറ്റ് കേട്ട് വരും. അവസാനം ബിഗ് ബോസിൽ പോയ ടീമുകൾ ഇപ്പൊ അതിൽ വിന്നറായിട്ടുള്ള ആളുകൾ വരെ ഇപ്പൊ പരസ്യമായിട്ട് പറയാണ്, കേട്ടില്ലേ നിങ്ങൾ? കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നർ, അതിന് മുമ്പത്തെ വിന്നറും ഒക്കെ ഇപ്പോൾ വിളിച്ചിട്ട് പറയാൻ, എന്ത് അതിൽ പോകുന്ന പെണ്ണുങ്ങളൊക്കെ ആൾക്കാർക്ക്, അതിനുള്ള ആൾക്കാർക്ക് കടന്നു കൊടുത്തിട്ടാണ് സീറ്റ് നേടുന്നത്. പരസ്യമായിട്ട് പറഞ്ഞു, തെളിവുണ്ടെന്ന്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതിലെ ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസറിനൊക്കെ കടന്നു കൊടുത്താൽ മാത്രമേ സീറ്റ് കിട്ടുള്ളൂ എന്ന് അതിൽ വിന്നറായ ആളുകൾ വരെ പരസ്യമായിട്ട് പ്രസ്താവന നടത്തി. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോഴും ബോധം വെച്ചിട്ടില്ല. നമ്മൾ മക്കളെ ഇപ്പോഴും അതിലേക്ക് പറഞ്ഞു വിടാൻ, ഏതെങ്കിലും റിയാലിറ്റി ഷോ ഉണ്ടെങ്കിൽ, പുക്കിൾ കാണിക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ മുൻപന്തി, താത്ത 85 വയസ്സായി കുഴിയിലിട്ട് കാല് നീട്ടിയിരിക്കാൻ, അടുത്ത സെക്കൻഡ് അടക്കേണ്ടതാണ്, എന്നാലും ഒരു റീൽസ് കളിച്ചിട്ട് മരിക്കാം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മളിപ്പോഴും തുണിയില്ലാതെ ആടാൻ റെഡിയായി നിൽക്കാൻ. എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? പാപ്പായി ഉമ്മായി തന്നെ പരിപാടി. പിന്നെ എങ്ങനെ മക്കൾ നന്നാവും? എങ്ങനെ നന്നാവും? എല്ലാരും മൊബൈലുമായി തോണ്ടല് തന്നെ, തോണ്ടലോട് തോണ്ടല്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. കുടുംബജീവിതം താറുമാറായി. വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയതാകുന്ന ഭർത്താക്കന്മാർ ഭാര്യമാരോട് സ്നേഹമില്ല, താല്പര്യമില്ല, ബന്ധമില്ല. പെണ്ണുങ്ങൾ പരാതി. കാരണം അത് എപ്പോഴും മൊബൈലിൽ ഇങ്ങനെ തോണ്ടിക്കളിച്ചുകൊണ്ടിരിക്കുക ഭർത്താവ്. പെണ്ണുങ്ങൾ ദ്വാരക്കാൻ തുടങ്ങി, അള്ളാഹുവെ മൊബൈലായി മാറിയാൽ മതിയായിരുന്നു, തോണ്ടൽ അങ്ങനെ കിട്ടിയാൽ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. കാരണം ഇത് തന്നെ 24 മണിക്കൂർ ഇത് തന്നെ മൊബൈലുമേ കളി. ഒരു 10 മിനിറ്റ് ഭാര്യയുടെ വിഷമങ്ങളും സങ്കടങ്ങളും കേട്ടുകൊടുക്കാൻ ഇന്നത്തെ ഭർത്താക്കന്മാർക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഈ ഒളിച്ചോട്ടങ്ങൾ ഉണ്ടാകുന്നത്. കല്യാണം കഴിഞ്ഞിട്ടോ അള്ളാഹു ജോലിക്ക് പോലും പോകുന്നില്ല, റാഹത്തായിട്ട് ഇണക്കുരുവിയായിരുന്നു, ഇവിടെ തന്നെ ഇരിക്കുന്നു, എങ്ങോട്ടും പോകുന്ന പോലും ഇല്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാ മാധുര്യവും പോയി. പിന്നെ ഫോൺ വിളിയില്ല. മുമ്പ് ഫോൺ വരാൻ വേണ്ടി കാത്തിരിക്കും, ഇപ്പോൾ ഫോൺ വന്നാൽ മൈൻഡ് ചെയ്യാറില്ല. ഭാര്യയെ വിളിക്കുന്നത് മൈൻഡ് ചെയ്യുന്നില്ല. ആ അവസ്ഥയിലേക്ക് എത്തി. ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ബന്ധങ്ങൾ ഊഷ്മളമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞാൽ വേഗം വീട്ടിലേക്ക് പോകും, വീട്ടുകാരുമായി സഹവസിക്കും. നബി തങ്ങളുടെ ജീവിതം അതായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാണ്, കൈഫ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ഫീ അഹ്ലിഹി, അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലാകുമ്പോ ഏത് നിലയിലായിരുന്നു പെരുമാറിയിരുന്നത് ആയിഷ? അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, ആയിഷ
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, വീട്ടിലെപ്പോഴും വീട്ടുകാരെ സഹായിച്ചുകൊണ്ട് അവരെ സഹകരിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധ തിരുത്തിക്കൊണ്ടുണ്ടാകുമായിരുന്നു. എപ്പോഴും വീട്ടിലുണ്ടാവും ഭർത്താവ്. ആര്? സയ്യിദുനാ റസൂലുള്ളാഹി. വഇദാ ഹളറത്തിസ് സ്വലാത്ത്, പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങിയാൽ ഹയ്യ അലസ് സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ്, അസ്സലാത്തു ഖൈറും മിനൻ നൗം. വഇദാ ഹളറത്തിസ് സ്വലാത്ത്, നമസ്കാരം സമയമായാൽ ഖറജ ഇലൽ മുസല്ല, നിസ്കരിക്കാൻ വേണ്ടി നബി തങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെടുമായിരുന്നു. ബാങ്ക് വിളിച്ച പള്ളിയിൽ പോവും. ഇന്നിപ്പോ എന്താ പരിപാടി? ഇന്ന് കല്യാണം കഴിഞ്ഞവരൊക്കെ ബാങ്ക് വിളിക്കുമ്പോൾ അടുക്കളയിലോട്ട് കയറിയിരിക്കും. അതുവരെ പള്ളിയുടെ മുറ്റത്തുണ്ടായിരുന്നു. നേരെ തിരിച്ച് അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ബാങ്ക് വിളിക്കുമ്പോൾ എങ്ങോട്ട് പോകണം? പള്ളിയിലേക്ക് പോകണം. നബി തങ്ങളുടെ ശൈലി അതാണ്. ബാക്കിയുള്ള സമയത്ത് ആവശ്യമില്ലാത്ത പണിക്കൊന്നും അവിടെ ഇവിടെ ഇരിക്കുന്നില്ല. പോസ്റ്റ് മറിച്ചിട്ടിട്ട് 4 കാല് കൊടുത്തിട്ട് റോഡിൽ കുത്തിയിരുന്നിട്ട് ഫനാ പറയുന്ന പരിപാടി നബിക്കില്ല. പള്ളിയിൽ വിട്ടാൽ നേരെ വീട്ടിൽ വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളോ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ റോഡിലോട്ട് ഇറങ്ങിയിട്ട് ഏതെങ്കിലും ചായക്കട ഉണ്ടെങ്കിൽ തീർന്ന് ആ ചായക്കട കയറിയിരിക്കും. 10 കിതാബ് ഓതി കൊടുക്കും. 10 കിതാബ് എന്ന് പറയുന്ന പഴയ കിതാബുണ്ട്. ഇവനാ കിതാബല്ല, വേറെ 10 കിതാബ്, ഫന, ഫസാദ് തുടങ്ങിയിട്ടുള്ള കിതാബുകൾ ഇദ്ദേഹത്തിൽ നിന്ന് ഓതണം. നല്ല അടിപൊളിയായിട്ട് ഓതും. പ്രമുഖ മുദരിസാർ വന്നിരുന്നിട്ട് നല്ല റാഹത്തായിട്ട് ഓതി കൊടുക്കുക. കടയിൽ കയറിയിരുന്നിട്ട് ഒരു 8 ചായയും കുടിക്കും. 10 പേരെ കുറിച്ച് ഫനായും ഫസാദും പറഞ്ഞുകൊണ്ടിരിക്കും. സുബൈക്ക് നിസ്കരിക്കാൻ തന്നെ വരുന്നത് ഈ ഫനാടും ഫസാദിനെയും കിതാബ് എടുക്കാനാണ്. മുടങ്ങാതെ ദർസ് എടുക്കും. അങ്ങനത്തെ ടീമാണ്. ഒറ്റ ദിവസം മുടങ്ങൂല. ശമ്പളമൊന്നും വേണ്ട, ഫ്രീ ആണ്. ദർസ് ഫ്രീ ആണ്. സുബൈ കഴിഞ്ഞിട്ട് വന്നിരുന്നിട്ട് ഈ ഫനായും ഫസാദും പറിച്ച് എങ്ങനെ രക്ഷപ്പെടും? പിന്നെ എങ്ങനെ മക്കളെ രക്ഷപ്പെടും? എന്നിട്ട് ജുമായ്ക്ക് വന്നിട്ട് ഉസ്താദിനോട് പറയാം, ഉസ്താദെ മകൻ സാലിഹാൻ ദ്വാരക്കണം. എങ്ങനെ രക്ഷപ്പെടും? ആപ്പാടെ പ്രവൃത്തി ഇതല്ലേ? ആപ്പ നാട്ടുകാരെ കുറിച്ചല്ല ഈ ഫനായും ഫസാദും പറഞ്ഞുകൊണ്ട് ആലിമീങ്ങളുടെ പച്ചയിറച്ചി തിന്നാ, മുത്താലിമീങ്ങളുടെ തിന്നാൻ, നാട്ടുകാരുടെ തിന്നാൻ, നാട്ടിലുള്ള പാവപ്പെട്ട പെണ്ണുങ്ങളുടെ തിന്നാൻ, എല്ലാരെ കുറിച്ച് ആവശ്യമില്ലാത്ത പറയാൻ. പിന്നെ എങ്ങനെ നാട് രക്ഷപ്പെടും? പിന്നെ അവന്റെ മകൻ എങ്ങനെ രക്ഷപ്പെടും? നിങ്ങൾ പറയും. നാവ് വലിയ വിഷയമാണ്. നമ്മൾ കടിഞ്ഞാണിടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പാപ്പമാര് ശ്രദ്ധിക്കും, ഉമ്മമാര് ശ്രദ്ധിക്കും. അസർ കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലോട്ട് പോയിരുന്നിട്ട് മതിലുമേ ചാരി ഇരുന്നിട്ട് കഥ പറയുക. നാട്ടുകാരെ മുഴുവനും 5 കിലോ ഇറച്ചിയെങ്കിലും നിന്നിട്ടേ പോകുള്ളൂ. ഉളുഹിയ്യത്തറത്തിലും കുഴപ്പമില്ല. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് നബിയോട് ചോദിക്കുകയാണ്, ഔസിനി, എനിക്കൊരു ഉപദേശം നൽകുമോ റസൂലേ, എനിക്കൊരു വസിയത്ത് നൽകുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ആ സഹോദരനോട് പറയുകയാണ്, കുഫ അൻക ഹാദാ ആഖിദൻ ബിലിസാനിഹി ബിയദിൽ ലൈസർ, തന്റെ ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചിട്ട് നബി തങ്ങൾ പറയുകയാണ്, കുഫ അൻക ഹാദാ, നിന്റെ ഈ നാവിനെ സൂക്ഷിക്കണേ, ഹറാമായത് പറയരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആവശ്യമില്ലാത്തത് പറയരുത്. നിന്റെ ഈ നാവ് ശ്രദ്ധിക്കണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ ഇങ്ങനെ നാവ് പിടിച്ചിട്ട് പറഞ്ഞു, കുഫ അൻക ഹാദാ, നാവ് ശ്രദ്ധിച്ചോ, അത് മതിയെന്ന്. ഒരാൾ വന്നിട്ട് നബിയോട് പറയാണ്, എനിക്കൊരു ഉപദേശം തരണോ. സ്കരിക്കാൻ പറഞ്ഞില്ല, നോമ്പ് നോക്കാൻ പറഞ്ഞില്ല, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞില്ല, ഹജ്ജ് ചെയ്യാൻ പറഞ്ഞില്ല, ഒന്നും പറയുന്നില്ല. അയാളോട് ആകെ പറഞ്ഞത്, ഡാ ഈ നാവ് ശ്രദ്ധിച്ചാ മതി കേട്ടോ നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ നിസ്കരിച്ച എല്ലാം കൊണ്ട് കളയാണ് ഇവിടെ. നിസ്കാരം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇനി നിസ്കരിക്കാൻ പോകുന്ന അമല് കൂടി ഇവിടെ കളയുക. എല്ലാരെ കുറിച്ച് ഫനായും ഫസാദും പറഞ്ഞിട്ടേ പോവുള്ളൂ. എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? നമ്മുടെ മക്കൾ എങ്ങനെ രക്ഷപ്പെടും? എങ്ങനെ സ്വർഗത്തിൽ കിടക്കും? എവിടെയാണ് എത്തിപ്പെടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ നരകത്തിലേക്ക് ഒരു വിഭാഗം ആളുകളെ മുഖം താഴ്ത്തപ്പെട്ട നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എറിയും.
മുഖം താഴ്ത്തിയിട്ടാണ് നരകത്തിലേക്ക് എറിയുക. ഇല്ലാ ഹസായിദു അൽസിനതിഹിം, അവരുടെ നാവ് കൊയ്തെടുത്ത പാപമാണതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാവ് കൊയ്തെടുത്ത പാപങ്ങളാണ് പറഞ്ഞ ആവശ്യമില്ലാത്ത പറഞ്ഞ് നരകത്തിലേക്ക് പോവാൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റഅയ്തുന്നാർ വറഅയ്തു ഫീഹാ ഇംറഅതാ. കത്തിച്ചൊലിക്കുന്ന നരകകുണ്ടാരം പരിശുദ്ധമായ ഇസ്റാ മിഅ്റാജ് രാവിൽ റജബ് 27-ാം രാവിൽ ഞാൻ കണ്ടുപോയി സഹാബ. അതിലൊരു പെണ്ണിനെ ഞാൻ കാണുകയാണ്. മുഅല്ലിഖതൻ ലിസാനഹാ ഇലൽ ഉസ്തുവാനതി മിനന്നാർ. അവളുടെ നാവിനെ നരകത്തിന്റെ തൂണിനോട് വലിച്ചു കെട്ടപ്പെട്ടതായിട്ടാണ് കണ്ടത്. ഫഖുൽതു ലി ജിബ്രീൽ, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹാദിഹി യാ ജിബ്രീൽ, ആരാണ് ഈ പെണ്ണ് ജിബ്രീലേ? ഏത് ഹതഭാഗിയായ പെണ്ണാൻ? ജിബ്രീൽ, നരകത്തിന്റെ നടുക്കളത്തിലുള്ളതായ തീജ്വാലകൾ പടർത്തപ്പെട്ട തൂണിനോട് നാവിനെ വലിച്ച് നീട്ടപ്പെട്ട് കെട്ടപ്പെട്ടതായ പെണ്ണാണ്. മനഹാദിഹി യാ ജിബ്രീൽ, ആരാണ് ഈ പെണ്ണ്? ഫഖാലലി ജിബ്രീൽ അലൈഹിസ്സലാം, എന്നോട് ജിബ്രീൽ പറഞ്ഞു, ഹാദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാൻ. നാട്ടുകാരെ കുറിച്ച് ഫനായും ഫസാദ് പറഞ്ഞുകൊണ്ട് നടന്നതായ പെണ്ണ. 10 മിനിറ്റ് സമയം കിട്ടിയാൽ അത് കല്യാണത്തിനാകട്ടെ സൽക്കാരത്തിനാകട്ടെ എപ്പോഴും വർത്തമാനം പറച്ചിലാണ്. കല്യാണത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ ചില പെണ്ണുങ്ങൾ അടിച്ച് ഫസാദാക്കി കളയും. ഈ പെണ്ണിന്റെ കയ്യിലാ പിന്നെ അവിടുത്തെ വീട് മൊത്തം വർത്തമാനത്തോടെ വർത്തമാനം. നബിതങ്ങൾ പറഞ്ഞു, നരകത്തിന്റെ നടുക്കളത്തിലെ തൂണിനോട് വലിച്ച് നാവ് കെട്ടപ്പെട്ട പെണ്ണാണ് അതെന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞുവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലായിക്കോ? അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. റഅയ്തു النار ورأيت أكثر أهلها النساء. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, കത്തിച്ചൊരിക്കുന്ന നരകം ഞാൻ കണ്ടുപോയി സാബ. ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ്. നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് ആരെയാണ്? സ്ത്രീകളെയാണ്. ഞാൻ ചോദിച്ചു, എന്ത് കാരണത്താലാണ് സ്ത്രീകൾ ഇങ്ങനെ നരകത്തിൽ കൂടുതലായി കാണാനുള്ളത്? അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചതായ പെണ്ണുങ്ങളാണോ? നിസ്കരിക്കാത്തവരാണോ? നോമ്പ് നോൽക്കാത്തവരാണോ? ദിക്ർ ചൊല്ലാത്തവരാണോ? ഹജ്ജ് ചെയ്യാത്തവരാണോ? എന്തുകൊണ്ടാണ് ഇത്രത്തോളം സ്ത്രീകളെ നരകത്തിൽ കാണപ്പെടുന്നത്? ഏറ്റവും കൂടുതൽ ആരാണ്? സ്ത്രീകൾ. നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ. എന്താ കാരണം? ഇത്രത്തോളം സ്ത്രീകൾ വരാൻ കാരണം എന്താ? യുക്ഫിർനൽ അശീർ, അവർ സ്വന്തം ഭർത്താവിനെ കുറിച്ച് മോശമായ വാക്ക് പറയുന്നവരാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭയങ്കര വിഷയമാണ് പറഞ്ഞത്. സ്ത്രീകൾക്ക് ഇന്ന് ഏറ്റവും കൂടുതലുള്ള പ്രശ്നമാണത്. ഭർത്താവിനെ എപ്പോഴും താറടിച്ച് കാണിക്കുക, വലിയ വിഷയമാണത്. ആഖിറത്തിൽ വലിയ വിപത്താണ്. നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ കടക്കാനും കാരണം ഭർത്താവ് ചെയ്ത നന്മകളെ തിരസ്കരിക്കുന്നവരെന്ന കാരണം കൊണ്ടാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയാണല്ലോ. 30 കൊല്ലം വേണ്ട 50 കൊല്ലം ഒരുമിച്ച് ജീവിച്ചാൽ പോലും എല്ലാ കാര്യം ചെയ്തു കൊടുക്കാൻ, വസ്ത്രം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, പാർപ്പിട സൗകര്യം കൊടുക്കുന്നു, എല്ലാം കൊടുത്താലും എപ്പോഴെങ്കിലും ഒരു തെറ്റ് വന്നാൽ പറയും, ഭർത്താവ് വീട്ട് തെറ്റിയാൽ പറയും, നിങ്ങളെനിക്ക് ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സാധനം വാങ്ങിച്ചു തന്നിട്ടില്ല, കാലമാടാ, നിങ്ങളെപ്പോലെ ഒരുത്തന്നെ കിട്ടിയിട്ടില്ല എന്ന് പറയും. അതുവരെ ചെയ്തതൊക്കെ പോയി. 50 കൊല്ലം ഒരുമിച്ച് ജീവിച്ചു, ഇത്രയും കാലം എല്ലാ കാര്യങ്ങളും കൊടുത്താലും ഒരു വട്ടം തെറ്റിയാൽ പറയും, ഇന്ന് വരെ നിങ്ങൾ ഞാൻ പറയുന്നത് ഒന്നും ചെയ്തു തന്നിട്ടില്ല. അതാണ് നന്ദികേടിന്റെ വാക്ക്. പറയാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നിന്റെ അമൽ, ഭാര്യമാരോടാണ് ഈ പറയുന്നത്, നിന്റെ അമൽ സ്വീകരിക്കണമെങ്കിൽ പോലും നീ ചെയ്യുന്ന നിസ്കാരം, നീ എടുക്കുന്ന നോമ്പ്, നീ എടുക്കുന്ന
നീ കൊടുക്കുന്ന സ്വതക്കകൾ, നീ ചെയ്യുന്ന അമലുകൾ, ഹജ്ജ് എന്ത് തന്നെ ആയിക്കോട്ടെ, അതൊക്കെ സ്വീകരിക്കണമെങ്കിൽ നീ 5 വഖത്ത് നമസ്കാരത്തിനും ആർക്ക് വേണ്ടി ദ്വാരക്കണം? ഭർത്താവിന് വേണ്ടി ദ്വാരക്കുന്നവനാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി സ്വഭാവം ദൂഷ്യാണ് ഭർത്താവിന്റെ, എന്നാ നന്നാക്കാൻ ദ്വാരക്ക. കള്ളുകൂടിയനാന്ന് പറഞ്ഞിട്ട് അവനെ നശിപ്പിക്കണമെന്നല്ല. അള്ളാഹു ആ സ്വഭാവം നന്നാക്കി ഞങ്ങളുടെ കുടുംബം നല്ല രീതിയിൽ പോറ്റുന്ന നല്ലൊരു മനുഷ്യനാക്കി നീ മാറ്റിത്താ. അള്ളാഹ് ചോദിക്കണം, റബ്ബിനോട് ചോദിക്കാൻ അള്ളാഹു മാറ്റം തരൂലല്ലോ. എല്ലാ കുടുംബത്തിലും ഉണ്ട് പ്രശ്നങ്ങൾ, അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലല്ല. പെണ്ണുങ്ങൾ മനസ്സിലാക്കും എൻ്റെ കുടുംബത്തിലെ വിഷയമുള്ളൂ, അങ്ങനെയൊന്നും അല്ല. എല്ലാ കുടുംബത്തിലും പ്രശ്നമുണ്ട്. പുറമേ നോക്കുമ്പോൾ നല്ല രസമാണ്, അകത്ത് വലിയ വിഷയമാണ്, വലിയ പ്രശ്നങ്ങളാണ് എല്ലായിടത്തും. പക്ഷെ ആരും പുറത്ത് കാണിക്കൂല. അതുകൊണ്ട് നിങ്ങളും പുറത്ത് കാണിക്കേണ്ട, രഹസ്യമാക്കി വെക്കൻ, ന്യൂനതകൾ മറച്ചു വെക്കൻ. അള്ളാഹുവിനോട് പറയും, പടച്ചറബെ മാറ്റിത്താ അള്ളാഹ്, വിഷമങ്ങൾ മാറ്റിത്താ അള്ളാഹുവെ, സങ്കടങ്ങൾ മാറ്റിത്താ അള്ളാഹ്, ഭർത്താവിനെ നീ സാലിഹ്യങ്ങൾ ചേർത്തതാ അള്ളാഹ്, അദ്ദേഹത്തിന് വഴികാട്ടിയായിട്ട് നീ നിലകൊള്ളണം. കള്ളു കുടിക്കുന്ന ഭർത്താവിനോടൊപ്പം ഒരു ഗ്ലാസ് എടുത്തോണ്ട് വന്നിട്ട് ശരിയും ഒഴുക്കിക്കാക്ക റാഹത്തായിട്ട് ഞാനും കൂടെ കുടിക്കട്ടെ എന്ന് പറയുന്ന സൈസാകരുത്. അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റുന്ന പെണ്ണാകണം, അതിൽ നിന്ന് മാറ്റാൻ തയ്യാറാകണം. അതിനു വേണ്ടിയിട്ടായിരിക്കണം കുടുംബജീവിതം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അള്ളാഹു അതിൽ നൽകുന്ന മക്കളെയും സ്വാലിഹീങ്ങളാക്കും. മക്കൾക്ക് ദീൻ കൊടുക്കണം, വിദ്യാഭ്യാസം കൊടുക്കണം. നമുക്ക് കിട്ടാത്തത് എന്തും മക്കൾക്ക് കൊടുക്കാൻ തയ്യാറാകണം, പ്രത്യേകിച്ച് ആത്മീയത. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാപ്പ 5 വഖത്ത് പള്ളി പോകുന്ന വ്യക്തിയാകണം. ഇത് ബാങ്ക് വിളിച്ചാൽ പള്ളി പോകില്ല. റമദാൻ 17-നും 27-നും മാത്രമേ പോവുള്ളൂ. കാരണം നല്ല പൊതി, ബിരിയാണി പൊതി കിട്ടും. കുട്ടൻ ബിരിയാണി അന്നാണ് കിട്ടുക, അന്ന് മാത്രമേ കുട്ടനായിട്ട് പോവുള്ളൂ. അല്ലേ അവസ്ഥ? 17-ാം രാവിനും 27-നുമാണ് ചോദിക്കുന്നത്, പള്ളി പോകുന്നില്ല, പള്ളി കാര്യമായിട്ട്. കാരണം എന്താ? ഇവന്റെ ഒരു പൊതിയും കൂടെ കിട്ടിയിട്ട് വേണം ആ 2 പീസും കൂടെ അടിച്ച് റാഹത്തായിട്ട് കടന്ന് ഉറങ്ങാൻ വാപ്പാക്ക്. അതിനാണ് വാപ്പ മകനെ പള്ളി പറഞ്ഞു വിടുന്നത്. 17-ാം രാവ് 27-നും അത് പോരാ, 5 വഖത്ത് വാപ്പ പള്ളി പോണം. ഇപ്പൊ വെക്കേഷൻ സമയമല്ലേ, കൈക്ക് പിടിച്ചോണ്ട് വാടാ പള്ളി പോ, ഒരുമിച്ച് വാപ്പാടെ കൂടെ തന്നെ മകനെയും കൊണ്ടുവരണം, ഒരുമിച്ച് തന്നെ ചേർത്ത് നിർത്തി നിസ്കരിപ്പിക്കണം. മക്കളെയൊക്കെ പള്ളി വിടും. 10 വയസ്സെത്തിയ കുട്ടികളൊക്കെ പള്ളിയിലോട്ട് പോട്ടെ, ഒരുത്തനും വീട്ടിൽ നിൽക്കണ്ട, ഒക്കെ പള്ളിയിലോട്ട് പോട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കാരം ചിട്ട വെക്കട്ടെ. പെമ്മക്കൾ ഉമ്മയോടൊപ്പം ചേർന്ന് നിസ്കരിക്കണം. ഉമ്മ എപ്പോഴെങ്കിലും നിസ്കരിക്കുമോ മോളോട് പറയാം, പോയി നിസ്കരിച്ചോ, തറാവി നീ പോയി നിസ്കരിക്കുക. അല്ല, തറാവി ഉമ്മയോടൊപ്പം ചേർന്ന് നിസ്കരിക്കുക. എന്നിട്ട് ആ മകളെ ഖുർആനൊക്കെ ഓതാൻ അറിയാന്നാണ്. 5-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സും ഒക്കെ മദ്രസയിൽ പഠിച്ചല്ലേ, ഇനി നീ ഇമാമയ്ക്ക് നമ്മൾ കയറി ഓതാൻ കൊണ്ട് വല്ലുഹാങ്കി വല്ലുഹ തുടങ്ങിക്കോ. അപ്പോൾ ഉമ്മ പുറകിന്ന് റാഹത്തായിട്ട് മക്കളുടെ ഖിറാഅത്ത്, മകളെല്ലാം മാണിച്ച് റാഹത്തായിട്ട് ഓതി. പിന്നെ പിറ്റേ ദിവസം നിർത്തത്തില്ല, റാഹത്തായി ആയിക്കോട്ടെ. അങ്ങനെ ഇമാമത്ത് നിർത്തുക. അപ്പോൾ മക്കളെ കൊണ്ട് അങ്ങനെ നിസ്കാരം ശീലയാക്കുക എല്ലാ ദിവസവും. എത്ര റാഹത്താണ്. ഇതൊന്നും ചെയ്യൂല. അവക്കൊരു മൊബൈലും കൊടുത്ത് 10 കോലും കൊടുത്ത് ഒരു മൂലക്കിരുത്തും. ഉമ്മ എന്നിട്ട് ഇപ്പുറത്ത് റാഹത്തായിട്ട്. ഉമ്മ അതിനേക്കാൾ വലിയ പരിപാടിയാണ് മൊബൈലും. പിന്നെ അങ്ങനെ മക്കൾ റെഡിയാവും. അതുകൊണ്ട് ഉമ്മ നിസ്കരിക്കുമ്പോൾ മകളെ ചേർത്ത് നിർത്തി, വാപ്പ പള്ളിയിൽ പോകണം, അതിനോടൊപ്പം മകനെയും കൂടി ചേർത്ത് നിർത്തി. അങ്ങനെ മക്കൾ ചിട്ട വരട്ടെ. ചെറുപ്പം മുതലേ മക്കളെ പള്ളിയിലേക്ക് നീ കൊണ്ടുവന്നാൽ ഇന്ന് നീ പറയേണ്ട കാര്യമൊന്നുമില്ല, മക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് നിന്നോടൊപ്പം വരും ബാങ്ക് വിളിക്കുമ്പോൾ. കാരണം അതവർക്കൊരു ചിട്ടയായി, ഒരു ശീലായി. ഇത് വാപ്പ വേറൊരു വഴിക്ക്, മകൻ വേറൊരു വഴിക്ക്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ ആകാൻ പാടില്ല. ദീനിന്റെ വിഷയത്തിലൊക്കെ ചേർന്ന് നിൽക്കൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ നിർത്താൻ പോവാണ്, ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ മക്കളെ നരകത്തിൽ നിന്ന് മുക്തരാക്കാനുള്ള പ്രവർത്തന മേഖലയാണ് ഈ ദുന്യാവ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കാം. മക്കളില്ലേ? ദുആരക്കിൻ, അല്ലാഹു സാലിഹായ സന്താനത്തെ താ അല്ലാഹ്. മക്കളുള്ളവർക്കുള്ള പ്രാർത്ഥന നേരത്തെ പറഞ്ഞു. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ. മക്കളെ കൺകുളിർമയാക്കി താന്ന് ദുആരക്കണം. മക്കളില്ലാത്തവരോ? റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. അല്ലാഹുവേ സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്.